ഡിയർ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് മറ്റൊരു ടോപ്പിക്കാണ്. ആധുനിക മനുഷ്യൻ്റെ ഈ യുഗത്തിലെ ജീവിതത്തിന് കെമിസ്ട്രി മറ്റ് ശാസ്ത്രങ്ങളോടൊപ്പം തന്നെ നൽകിയ സംഭാവനകൾ ചെറുതൊന്നുമല്ല. നമ്മൾ ധരിക്കുന്ന വസ്ത്രം, ആഹാരം, മരുന്നുകൾ, പിന്നെ പല വിധത്തിലുള്ള ഇൻഡസ്ട്രി, പെട്രോൾ, ഡീസൽ, പാചകവാതകം, ഇങ്ങനെ എല്ലാ മേഖലയിലും കെമിസ്ട്രി നിറഞ്ഞ സംഭാവന നൽകിയിട്ടുണ്ട്. ഇതോടൊപ്പം തന്നെ വിവേകപൂർവം അല്ലാത്ത ചില രീതികൾ അന്തരീക്ഷത്തിനും മനുഷ്യർക്കും നാശമുണ്ടാക്കുന്നതായിട്ടും നമ്മൾ തിരിച്ചറിയുന്നു. അത്തരത്തിൽ ഈ കെമിസ്ട്രിയുടെ ഡിസ്ട്രക്റ്റീവ് നേച്ചർ, ഹസാഡസ് നേച്ചർ അത് മാറ്റി അന്തരീക്ഷ മലിനീകരണത്തിന് പരിഹാരമുണ്ടാക്കുന്നതിന് വേണ്ടി ഒരു കൂട്ടം സയൻറ്റിസ്റ്റുകൾ മുന്നിട്ടിറങ്ങി. ആ കെമിസ്ട്രിയാണ് ഗ്രീൻ കെമിസ്ട്രി. ഈ ഗ്രീൻ കെമിസ്ട്രിക്ക് പ്രധാനമായിട്ടും ഒരു 12 പ്രിൻസിപ്പിൾ പറയുന്നുണ്ട്. ഒരു പക്ഷേ ജനറൽ ക്വസ്റ്റ്യൻ എന്നുള്ള രീതിയിൽ നിങ്ങൾക്കത് പരീക്ഷയ്ക്ക് ചോദിക്കാം. ആ 12 പ്രിൻസിപ്പിൾ വളരെ ലളിതമാണ്. അതായത് പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ എന്ന് നമ്മൾ പറയുന്ന പോലെ വേസ്റ്റേജ് കുറയ്ക്കുക, സേഫറായിട്ടുള്ള കെമിക്കൽസ് ഉപയോഗിക്കുക, അന്തരീക്ഷ മലിനീകരണം കുറയ്ക്കുക, എടുക്കുന്ന റിയാക്റ്റൻറ്റ് കംപ്ലീറ്റായിട്ട് ഉപയോഗിച്ച് തീർക്കുക. ഇങ്ങനെ പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു 12 കാര്യങ്ങൾ. അതുപോലെ തന്നെ പൊല്യൂട്ടൻസ് കുറയ്ക്കുക, പിന്നെ പൊല്യൂട്ട് ചെയ്ത് അത് പിന്നെ ഡീഗ്രേഡ് ചെയ്ത് എടുക്കുന്നതിന് പകരം സ്വയം ഡീഗ്രേഡ് ചെയ്ത് അന്തരീക്ഷ മലിനീകരണം ഉണ്ടാക്കാത്ത കെമിക്കൽസിനെ തിരഞ്ഞെടുക്കുക, റീയൂസ് ചെയ്യുക, കാറ്റലിസ്റ്റ് ഉപയോഗിക്കുക. ഇങ്ങനെ കുറേ കാര്യങ്ങൾ ഈ 12 പ്രിൻസിപ്പിളായിട്ട് പറഞ്ഞിട്ടുണ്ട്. അത് നിങ്ങൾ വായിച്ച് മനസ്സിലാക്കുക. വളരെ ലളിതമാണ്, കാര്യങ്ങൾ നമുക്ക് അറിയുന്നതുമാണ്. പക്ഷെ അതെല്ലാം പറയാൻ കഴിയണം, ഇത്രയേ ഉള്ളൂ. അപ്പോൾ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോയിൻ്റാണ് ആറ്റം ഇക്കോണമി. ഈ ആറ്റം ഇക്കോണമി ശ്രദ്ധിക്കപ്പെട്ടത് ബാരി ട്രോസ്റ്റ് എന്ന് പറയുന്ന സയൻറ്റിസ്റ്റ്, സ്റ്റാൻഫോർഡ് യൂണിവേഴ്സിറ്റി US-ലുള്ളത്. അദ്ദേഹത്തിന് ഗ്രീൻ കെമിസ്ട്രി 1998 ഗ്രീൻ കെമിസ്ട്രി ചലഞ്ച് അവാർഡ് അമേരിക്കൻ പ്രസിഡൻറ്റിൻ്റെ ഇത് ലഭിച്ചതോടെയാണ് ഗ്രീൻ കെമിസ്ട്രി അംഗീകരിക്കപ്പെട്ടു തുടങ്ങിയതും അതുപോലെ ഈ ആറ്റം ഇക്കോണമി എന്നുള്ള ഒരു വാക്ക് സാർവത്രികമായതും. എന്താണ് ആറ്റം ഇക്കോണമി? ഇറ്റ്സ് എ മെഷർ ഓഫ് ദി എമൗണ്ട് ഓഫ് സ്റ്റാർട്ടിംഗ് മെറ്റീരിയൽസ് ദാറ്റ് എൻഡ് അപ്പ് ആസ് ദ ഡിസയേർഡ് യൂസ്ഫുൾ പ്രോഡക്റ്റ്. നമ്മൾ ഒരു കെമിക്കൽ റിയാക്ഷൻ ചെയ്യുമ്പോൾ അതിനകത്ത് പ്രോഡക്റ്റ് ഉണ്ടാകുന്നത്, അതിൻ്റെ ഈൽഡ് ഒക്കെ വ്യത്യസ്തമായിരിക്കും. പക്ഷേ എന്താണ് നമ്മുടെ എയിം എന്ന് പറയുന്നത്? നമ്മൾ എടുത്ത റിയാക്റ്റൻറ്റ് കംപ്ലീറ്റായിട്ട് പ്രോഡക്റ്റായി മാറണം, മറ്റ് ബൈ പ്രോഡക്ട്സ് ഉണ്ടാവരുത്, പൊല്യൂഷൻ കുറയ്ക്കണം. ഇങ്ങനെയുള്ള ഒരു രീതിയിൽ നമ്മൾ റിയാക്ഷൻ ചെയ്താൽ നമുക്ക് അങ്ങനെയുള്ള ഈ റിയാക്ഷൻസ് തിരഞ്ഞെടുത്ത് വേണം ചെയ്യാൻ. അപ്പം നമുക്ക് ഇന്ന് കെമിസ്ട്രിയിലുള്ള അറിവ് വെച്ചുകൊണ്ട് നമുക്ക് സേഫർ കെമിക്കൽസ്, സേഫർ സോൾവെൻറ്റ്സ് ഒക്കെ ഉപയോഗിക്കാം, കാറ്റലിസ്റ്റ് ഉപയോഗിക്കാം. ഇങ്ങനെയൊക്കെ ചെയ്തുകൊണ്ട് അറ്റ്മോസ്ഫിയറിനും സമൂഹത്തിനും മനുഷ്യർക്കും ദോഷകരമല്ലാത്ത മെത്തേഡ്സിലൂടെ, അത് ഈൽഡ് വളരെ കൂടണമെന്നില്ല, ഈൽഡ് വളരെ കുറഞ്ഞാലും വേണ്ടില്ല, പക്ഷേ അപകടരഹിതമായ മാർഗങ്ങളിലൂടെ നമുക്ക് സിന്തറ്റിക് പ്രോസസ്സ് നടത്തിയെടുക്കണം. അതിന് വേണ്ടിയിട്ടുള്ള ഒരു സ്റ്റെപ്പാണ് ഈ ആറ്റം ഇക്കോണമി എന്നുള്ളത്. അപ്പോൾ എന്താണ്, എത്ര സ്റ്റാർട്ടിംഗ് മെറ്റീരിയലാണ് ഡിസയേർഡ് യൂസ്ഫുൾ പ്രോഡക്റ്റ്, നമുക്ക് ആവശ്യമുള്ള പ്രയോജനപ്രദമായ പ്രോഡക്റ്റായിട്ട് മാറിയത് എത്ര, അത് ഏറ്റവും കൂടുതലാണെങ്കിൽ അതിൻ്റെ ആറ്റം ഇക്കോണമി ഏറ്റവും കൂടുതലായിരിക്കും. അപ്പം നമ്മുടെ ലക്ഷ്യം മാക്സിമൈസ് ദ കൺവേർഷൻ ഓഫ് റിയാക്റ്റൻറ്റ് ടു ഡിസയേർഡ് യൂസ്ഫുൾ പ്രോഡക്റ്റ്. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം ഒരു എക്സാമ്പിൾ. ആറ്റം ഇക്കോണമി എന്താണ് മനസ്സിലാക്കുന്നത്? നിങ്ങൾക്കറിയാവുന്ന ഒരു റിയാക്ഷനാണ്. നിങ്ങൾ ഹേബർ പ്രോസസ് ഫോർ ദ പ്രിപ്പറേഷൻ ഓഫ് അമോണിയ
അവിടെ പഠിക്കുന്ന റിയാക്ഷനാണ്. ഹേബർ പ്രോസസ്സിൽ നമ്മൾ ഹൈ ടെമ്പറേച്ചർ, പ്രഷർ ഇതൊക്കെയാണ് ഉപയോഗിച്ചത്. അപ്പോൾ ഇവിടെ നമുക്ക് ഹൈ ടെമ്പറേച്ചറും പ്രഷറും ഒക്കെ ഇക്കണോമിക് അല്ല, ചിലവേറിയതാണ്. അതുകൊണ്ട് അങ്ങനെ ഹൈ പ്രഷറും ടെമ്പറേച്ചറും ഒക്കെ ഉപയോഗിക്കാതിരിക്കാനാണ് നമ്മൾ ഗ്രീൻ കെമിസ്ട്രിയിൽ നോക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഹേബർ പ്രോസസ്സ് അല്ല, ഈ ഒരു റിയാക്ഷൻ മാത്രം ഇവിടെ നോക്കാം. ഇവിടെ നിങ്ങൾക്കറിയാം 1 molecule of nitrogen combines with 3 molecules of hydrogen and completely converted to 2 molecules of ammonia. അപ്പം ആറ്റം ഇക്കോണമി മനസ്സിലാക്കാനായിട്ട് നമുക്കൊരു ഇക്വേഷനുണ്ട്. ഫോർമുല വെയ്റ്റ് ഓഫ് ദി ഡിസയേർഡ് യൂസ്ഫുൾ പ്രോഡക്റ്റ്, അതായത് നമുക്ക് ആവശ്യമുള്ള പ്രോഡക്റ്റിൻ്റെ ഫോർമുല വെയ്റ്റ്, അതിനെ ടോട്ടൽ ഫോർമുല വെയ്റ്റ് ഓഫ് ഓൾ ദ റിയാക്റ്റൻസ്, ഈ റിയാക്ഷന് വേണ്ടിയിട്ട് നമ്മൾ എടുത്ത റിയാക്റ്റൻസ് ഏതെല്ലാമാണോ അതിൻ്റെ എല്ലാത്തിൻ്റെയും കൂടെ ടോട്ടൽ ഫോർമുല വെയ്റ്റ് കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ട് 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് പെർസെൻറ്റേജിലുള്ള ആറ്റം ഇക്കോണമി കിട്ടും. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ഈ രീതിയിൽ കാൽക്കുലേറ്റ് ചെയ്യാം. അമോണിയയുടെ ഫോർമുല വെയ്റ്റ്, ഓക്കെ, ദാറ്റ് ഈസ് 2 into NH3 is 14 nitrogen plus 3 hydrogen, that is 17. But 2 into 17, that is 34. That divided by nitrogen 28 plus hydrogen 6. So that is also 34. So, into 100. So you get 100%. നമുക്ക് ചില റിയാക്ഷൻസ് പരിശോധിക്കാം. അഡിഷൻ റിയാക്ഷൻ, ഒരു എക്സാമ്പിളായിട്ട് ഇവിടെ ഒരു ആൽക്കീനിൽ ബ്രോമിൻ അഡിഷൻ കൊടുത്തിട്ടുണ്ട്. ബ്രോമിൻ അഡിഷനോ ഹൈഡ്രജൻ അഡിഷനോ ആണെങ്കിലും നമുക്ക് അഡിഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് കംപ്ലീറ്റ് ആയിട്ട് ആ ബ്രോമിൻ മോളിക്യൂൾ ആഡ് ചെയ്യുകയാണ്. അപ്പോൾ റിയാക്റ്റൻ്റ് ഇവിടെ കംപ്ലീറ്റ്ലി യൂട്ടിലൈസ് ചെയ്തു. സോ ഫോർ അഡിഷൻ റിയാക്ഷൻ ഓൾസോ ദ എഫിഷ്യൻസി വിൽ ബി atom economy, it is 100% efficient, or the atom economy is the maximum, that is 100%. Then rearrangement reaction, ഇപ്പം നിങ്ങൾ പഠിച്ചതാണ്. ഞാൻ ഫ്രൈസ് റീഅറേഞ്ച്മെൻറ്റ് ഡിസ്കസ് ചെയ്ത സമയത്ത് ഞാൻ പറഞ്ഞിരുന്നു, ഇവിടെ ആറ്റംസോ ഗ്രൂപ്പ് ഓഫ് ആറ്റംസോ സ്ഥാനചലനം വരിക മാത്രമാണ്, അല്ലാതെ അവിടെ പുതുതായിട്ടൊന്നും ആഡ് ചെയ്യുന്നുമില്ല, എലിമിനേറ്റ് ചെയ്യുന്നതുമില്ല. അതുകൊണ്ട് തന്നെ ആ റിയാക്ഷനിൽ 100% എഫിഷ്യൻസി ആയിരിക്കും, അല്ലെങ്കിൽ ആറ്റം ഇക്കോണമി 100% ആയിരിക്കും. എന്നാൽ സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻസ് നോക്കാം. സബ്സ്റ്റിറ്റ്യൂഷനിൽ നമുക്ക് ഒരു ആറ്റം റീപ്ലേസ് ചെയ്ത് വേറൊരു ആറ്റമോ ഗ്രൂപ്പോ വരികയാണ്. അപ്പോൾ എന്തായാലും ഈ ഫൈനൽ പ്രോഡക്റ്റ് കൂടാതെ ഒരു അഡീഷണൽ ആയിട്ടുള്ളൊരു സബ്സ്റ്റൻസ് അവിടെ വരുന്നുണ്ട്, അല്ലെങ്കിൽ ഒരു ബൈ പ്രോഡക്റ്റ് ഉണ്ടാകുന്നത്. ഈ ഇക്വേഷൻ വെച്ചിട്ട് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്താൽ ഇത്തരം റിയാക്ഷനിൽ ഏകദേശം 46% ആയിരിക്കും ആറ്റം ഇക്കോണമി. അതുപോലെ എലിമിനേഷൻ റിയാക്ഷൻ, ഡെഫിനറ്റ്ലി എലിമിനേഷൻ എന്ന് പറയുമ്പോഴത്തേക്കും ഒരു പാർട്ടിക്കിൾ അവിടെ എലിമിനേറ്റ് ചെയ്യുവാണ്. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ എഫിഷ്യൻസിയും ലെസ് ദാൻ 100 ആയിരിക്കും, അത് 35% ആണ്. ഈ രീതിയിൽ നിങ്ങൾക്ക് ആറ്റം ഇക്കോണമി മനസ്സിലാക്കാം. ഓക്കെ.